എവിടെയൊക്കെ പീഡകൾ വർദ്ധിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഉണർവ് വ്യാപരിച്ച ചരിത്രമേ ബൈബിളിലും നമുക്ക് ഈ കാലഘട്ടത്തിലും കാണുവാൻ കഴിയത്തുള്ളൂ. വചനം പറയുന്ന പോലെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിയുമ്പോൾ കർത്താവ് അവന് നൽകിയ ജീവകിരീടം അവൻ പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഞങ്ങൾ ആവേശത്തിൽ ഒരിക്കലും പിന്നോട്ട് പോകുന്നവരല്ല. കാരണം ഞങ്ങളുടെ ദൈവദാസന്മാരൊക്കെ ഓർപ്പിച്ചതുപോലെ ഒരടി കൊണ്ടെന്നോ ഇച്ചിരി ഉപദ്രവം ഏറ്റെന്നോ പറഞ്ഞ് പിന്മാറി പോകുന്നവരല്ല. എങ്കിൽ ഞങ്ങൾ പിന്നെ മിനിസ്ട്രി നിർത്തിയിട്ട് പഴയ പണിക്ക് പോകണമായിരുന്നു. ഞങ്ങളതെല്ലാം വിട്ടുവന്നത് കർത്താവിന് വേണ്ടി അവസാന ശ്വാസം വരെയും പോരാടി പോരാടി യേശുവിനെ അറിയുക എന്ന ലക്ഷ്യവും പദ്ധതിയുമാണ് സ്വർഗം ഞങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ട് എവിടെയെങ്കിലും പീഡ വന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്മാറി പോകത്തില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഞാനൊക്കെ വിശ്വാസത്തിൽ വരുന്ന കാലത്ത് ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്, പ്രയർ സെല്ലുകൾ. അപ്പൊ എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുവാൻ പോകുന്ന ഒരു സഹോദരനെയോ സഹോദരിയെയോ അവർ രാത്രി പതിയിരുന്ന അടിക്കാറുണ്ട്, ഉപദ്രവിക്കാറുണ്ട്. പക്ഷെ അവരുടെ ചിന്ത ഒരടിയോ അല്ലെ കൂട്ടമായിട്ട് തല്ലിയോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്മാറിപ്പോകുമെന്നാണ്. പക്ഷെ ഞങ്ങൾ അവിടെ ചെയ്തത് അടുത്ത പ്രഭാതം സൂര്യൻ ഉദിക്കുന്നു എങ്കിൽ ആ സ്ഥലത്ത് ഞങ്ങൾ ഇതുപോലെ സിസ്റ്റം കെട്ടിവെച്ച് ഞങ്ങൾ ക്രിസ്തുവിനെ കൂട്ടമായി ഉയർത്തും. പിന്നെ ഒരുത്തനോട് തടയാൻ വന്നിട്ടില്ല. അവിടെയൊക്കെ സഭ ഉണ്ടായ ചരിത്രമേ ഉള്ളൂ. അവിടെ ആത്മാക്കൾ കൂട്ടം കൂട്ടമായി എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിഴുവാഴമുട്ടത്തെയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു അഭിക്ഷിക്തനെയോ ഒതുക്കാമെന്ന് വിചാരിച്ചാൽ വ്യക്തിയല്ല സഭ. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഒരു വേളയിൽ ശൗൽ എന്ന ഒരുവൻ ക്രിസ്ത്യാനികളെ തല്ലാനും കൊല്ലാനും ധീരതയോടെ പുറപ്പെട്ടു പോയി. ഞാൻ ആ അനുഭവം വായിച്ചപ്പോ എന്റെ ശരീരം രോമാഞ്ചം വന്നുപോയി. സ്തേഫാനോസിനെ കൊല്ലുവാൻ ഒരു കൂട്ടർ മുമ്പോട്ട് വരുമ്പോൾ അന്ന് യൗവനക്കാരനായ ശൗൽ ഈ തല്ലാനും കല്ലെറിയുവാനും വന്നവന്റെ വസ്ത്രം സൂക്ഷിപ്പാനിടയായി. സ്തേഫാനോസിന്റെ വസ്ത്രവും അവിടെ അഴിച്ചു വെച്ചിട്ട് അവനെ കല്ലെറിഞ്ഞത്. കല്ലെറിയുവാൻ വന്നവരും, കാരണം കല്ലേറെന്ന് പറയുന്നത് പഞ്ഞിവരി എറിയുന്ന പോലെയല്ല. കല്ലെറിയുക എന്ന് പറഞ്ഞാൽ എറിയുന്നവന്റെ ശരീരം ഉടയും, അവന്റെ ത്വക്ക്, അവന്റെ തൊലി പൊട്ടും, അവന്റെ എന്താ പറഞ്ഞ രക്തധമനികൾ പൊട്ടും, അവന്റെ മാംസം കീറും, രക്തം ചീറ്റിപ്പായും, എറിയുന്നവന്റെ മേൽ രക്തം വീഴും, അവന്റെ വസ്ത്രം രക്തക്കറ കൊണ്ട് നിറയും. അപ്പോൾ ഈ വസ്ത്രം സൂക്ഷിക്കുവാൻ അന്നവർ തെരഞ്ഞെടുത്തത് ഈ ശൗലിനെയാണ്. പക്ഷേ എല്ലാവരും കല്ലെറിഞ്ഞു. സ്തേഫാനോസ് മരണപ്പെടുമ്പോൾ ഈ സ്തേഫാനോസിന്റെ അടക്ക സൂക്ഷ അവിടെ കടന്നു. പക്ഷേ ഈ കല്ലെറിഞ്ഞവർ വസ്ത്രമെല്ലാം തിരിച്ചെടുത്തു. അവർ ധരിച്ചു. ഒടുവിൽ മിച്ചം വന്ന ഒറ്റ വസ്ത്രമേ ഉള്ളൂ, സ്തേഫാനോസിന്റെ വസ്ത്രം. സ്വർഗം പറഞ്ഞു, മോനെ ശൗലേ, നീ നാളുകൾ ചിലത് കഴിയുന്നതിന് മുമ്പ് ഈ വസ്ത്രം ധരിക്കാൻ യോഗ്യനായി തീരും. പക്ഷെ നിങ്ങൾക്കറിയോ, സ്തേഫാനോസിനേക്കാൾ 1000 മടങ്ങ് തീഷ്ണതയുള്ള അഭിക്ഷിക്തനായ ഒരു ശൗലല്ല പൗലോസ് പിന്നെ പുറത്തു വന്നത്. ഒരായുസേ നമുക്കുള്ളൂ. ഭക്തൻ പാടി, ഈ ഒരായുസേ ഉള്ളു സോദര ദൈവത്തെ ആരാധിപ്പാൻ, ഈ ഒരായുസേ ഉള്ളു സോദര ദൈവത്തിനായി ജീവിക്കുവാൻ. അപ്പൊ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഈ നാളുകൾ ആത്മബലത്തോടെ ആത്മശക്തിയോടെ അധികാരത്തോടെ വർദ്ധിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെ ധരിപ്പിക്കുമെന്ന്. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കും അവരുടെ നാട്ടിൽ, നമുക്കായൊരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കും അവരുടെ നാട്ടിൽ, നമുക്കായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം.